RJ സിവിൽ സർവീസ് ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2020 ഒക്ടോബർ 28 വരെയുള്ള ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. PSC UPSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണിത്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്കും ഷെയറും ചെയ്യുക. നമുക്ക് ഇന്നത്തെ വിവിധ ചോദ്യങ്ങളിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1. മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നോക്കക്കാർക്കുള്ള സംവരണത്തെക്കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷൻ. മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നോക്കക്കാർക്കുള്ള സംവരണത്തെക്കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ജസ്റ്റിസ് കെ ശശിധരൻ നായർ കമ്മീഷൻ. ശ്രദ്ധിക്കുക, ജസ്റ്റിസ് കെ ശശിധരൻ നായർ കമ്മീഷൻ. മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണത്തിനുള്ള വരുമാന പരിധിയായിട്ട് കണക്കാക്കിയിരിക്കുന്നത് 4 ലക്ഷം രൂപയാണ്. ശ്രദ്ധിക്കുക, മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണത്തിനുള്ള വരുമാന പരിധിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് 4 ലക്ഷം രൂപയാണ്. ജസ്റ്റിസ് കെ ശശിധരൻ നായർ കമ്മീഷനാണ്. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി കോടതി നടപടികൾ യൂട്യൂബിൽ തത്സമയ സംപ്രേഷണം നടത്തിയ ഹൈക്കോടതി. ഇന്ത്യയിൽ ആദ്യമായി കോടതി നടപടികൾ യൂട്യൂബിൽ തത്സമയ സംപ്രേഷണം നടത്തിയ ഹൈക്കോടതി ഏത്? ഗുജറാത്ത് ഹൈക്കോടതിയാണ് യൂട്യൂബിലെ ലൈവ് സ്ട്രീമായിട്ട് തത്സമയ സംപ്രേഷണം നടത്തിയ ഹൈക്കോടതി എന്നറിയപ്പെടുന്നത് ഗുജറാത്ത് ഹൈക്കോടതിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2020 ഒക്ടോബറിൽ ആരംഭിച്ച പാകിസ്ഥാന്റെ ആദ്യ മെട്രോ സർവീസിന്റെ പേരെന്ത്? പാകിസ്ഥാനിൽ ഇപ്പോഴാണ് ആദ്യ മെട്രോ സർവീസ് ആരംഭിക്കുന്നത്. ആ മെട്രോ സർവീസിന്റെ പേരെന്ത്? ഓറഞ്ച് ലൈനാണ്. ഓറഞ്ച് ലൈൻ എന്നാണ് പേര്. സർവീസ് ആരംഭിച്ചത് ലാഹോറിലാണ്. ശ്രദ്ധിക്കുക, സർവീസ് ആരംഭിച്ചത് ലാഹോറിലാണ്. ഓറഞ്ച് ലൈനാണ്. അടുത്തത്. രാജ്യത്തെ ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ സാക്ഷരത പഞ്ചായത്ത് ഏത്? രാജ്യത്തെ ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ ഫസ്റ്റ് എയ്ഡ് സാക്ഷരതാ പഞ്ചായത്ത് ഏത്? ചേലമ്പ്ര ആണ്. മലപ്പുറം ജില്ലയിലെ ചേലമ്പ്രയാണ് രാജ്യത്തെ ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ സാക്ഷരതാ പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത് ചേലമ്പ്ര. അടുത്ത ചോദ്യം. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ സ്മരണാർത്ഥമായിട്ടാണ് നാഷണൽ വിജിലൻസ് വീക്കായി ഒക്ടോബർ 27 മുതൽ നവംബർ 2 വരെ ആചരിക്കുന്നത്? ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ സ്മരണാർത്ഥമായിട്ടാണ് നാഷണൽ വിജിലൻസ് വീക്കായി ഒക്ടോബർ 27 മുതൽ നവംബർ 2 വരെ ആചരിക്കുന്നത്? നാഷണൽ വിജിലൻസ് വീക്ക് സർദാർ വല്ലഭായ് പട്ടേൽ. ശ്രദ്ധിക്കുക, സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്മരണാർത്ഥമാണ് ഒക്ടോബർ 27 മുതൽ നവംബർ 2 വരെ നാഷണൽ വിജിലൻസ് വീക്കായിട്ട് ആചരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലോകബാങ്കിന്റെ സഹകരണത്തോടെ ഇന്ത്യയിൽ ആദ്യമായി സാൻഡൂൺ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഏത്? സാൻഡൂൺ പാർക്ക്. ശ്രദ്ധിക്കുക, സാൻഡൂൺ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഏത്? ഗോവയാണ്. ഗോവയിലെ സാൻഡൂൺ പാർക്കിന്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഗോവയിലെ സാൻഡൂൺ പാർക്ക് നിലവിൽ വരുന്ന സ്ഥലം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തില് കൈത്തറി പൈതൃക മന്ദിരവും കൈത്തറി മ്യൂസിയവും നിലവിൽ വന്ന ജില്ല. കേരളത്തിൽ കൈത്തറി പൈതൃക മന്ദിരവും കൈത്തറി മ്യൂസിയവും നിലവിൽ വരുന്ന ജില്ല. അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കണ്ണൂരാണ്. അത് നാടിന് സമർപ്പിച്ചു. കണ്ണൂർ ജില്ലയിലാണ് കൈത്തറി മ്യൂസിയം നിലവിൽ വന്നത്. 2020 ഒക്ടോബറിൽ റിലയൻസ് ജിയോ ആരംഭിച്ച പുതിയ വെബ് ബ്രൗസർ. 2020 ഒക്ടോബറിൽ റിലയൻസ് ജിയോ ആരംഭിച്ച പുതിയ വെബ് ബ്രൗസർ ജിയോ പേജസ് എന്നാണ് പേര്. ജിയോ പേജസ്. ശ്രദ്ധിക്കുക, ജിയോയുടെ വെബ് പേജ് ജിയോ പേജസ് എന്നാണ് വെബ് ബ്രൗസർ. അടുത്തത് ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ടാണ്. പോർട്രേറ്റ്സ് ഓഫ് പവർ, ഹാഫ് സെഞ്ചുറി ഓഫ് ബീയിങ് അറ്റ് റിംഗ് സൈഡ് എന്ന ആത്മകഥയുടെ രചയിതാവ്. പോർട്രേറ്റ്സ് ഓഫ് പവർ, ഹാഫ് സെഞ്ചുറി ഓഫ് ബീയിങ് അറ്റ് റിംഗ് സൈഡ് എന്ന ആത്മകഥയുടെ രചയിതാവ് NK സിംഗ് ആണ്. NK സിംഗിന്റെ പ്രത്യേകത 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ് അദ്ദേഹം. 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ NK സിംഗ് ആണ്. പോർട്രേറ്റ്സ് ഓഫ് പവർ, ഹാഫ് എ സെഞ്ചുറി ഓഫ് ബീയിങ് അറ്റ് റിംഗ് സൈഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് NK സിംഗ്. അടുത്ത ചോദ്യം നോക്കുക. ചന്ദ്രനിൽ സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗങ്ങളിൽ ജലമുണ്ടെന്ന് കണ്ടെത്തിയ നാസയുടെ ദൂരദർശിനിയുടെ പേര് പറയാനാണ് പറഞ്ഞേക്കുന്നത്. ചന്ദ്രനിൽ സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗങ്ങളിൽ ജലമുണ്ടെന്ന് കണ്ടെത്തിയ നാസയുടെ ദൂരദർശിനി സോഫിയ. നാസയുടെ ദൂരദർശിനിയുടെ പേര് സോഫിയ. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ്
2+2 ചർച്ച നടക്കുന്നത്. 2+2 ചർച്ച ഇപ്പോൾ ഈ അടുത്തതായിട്ട് വലിയ പ്രാധാന്യം കിട്ടിയ ചർച്ചയാണ്. ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള ചർച്ചയാണ് 2+2 ചർച്ച. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളതാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചർച്ചയാണ് 2+2 ചർച്ച. അടുത്തത് ചന്ദ്രകളഭം. ചന്ദ്രകളഭം ചാർത്തി എന്നുള്ള പാട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ചന്ദ്രകളഭം എന്ന പേരിൽ ആലപ്പുഴയിൽ വയലാറിൽ സ്മാരകം നിർമ്മിക്കുന്ന ഏത് വ്യക്തിയോടുള്ള ആദരവ് സൂചകമായിട്ടാണ്? ചന്ദ്രകളഭം എന്ന പേരിൽ ആലപ്പുഴയിൽ സ്മാരകം നിർമ്മിക്കുന്ന ഏത് വ്യക്തിയോടുള്ള ആദരവ് സൂചകമായിട്ടാണ്? ആരായിരിക്കാം? വയലാർ രാമവർമ്മയോടുള്ള ആദരവ് സൂചകമായിരിക്കാം. തൂലിക പടവാളാക്കിയ കവിയാണ് അദ്ദേഹം. തൂലിക പടവാളാക്കിയ കവി എന്നാണ് അറിയപ്പെടുന്നത്. ചന്ദ്രകളഭത്തിൻ്റെ സുഗന്ധം നിറച്ചുകൊണ്ടുള്ള മ്യൂസിയവും സ്വരമണ്ഡപവും എഴുതി തുറക്കുന്നു എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വയലാർ രാമവർമ്മയുടെ മ്യൂസിയമാണ് ആലപ്പുഴയിൽ വയലാറിൽ തുറന്നിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ സെൻസിറ്റീവ് ആസ്ട്രോ ടൂറിസം പ്രൊജക്ട് നിലവിൽ വരുന്ന ജില്ല ഏത്? ജില്ലയും സ്ഥലവും പറയണം. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ സെൻസിറ്റീവ് ആസ്ട്രോ ടൂറിസം പ്രൊജക്ട് നിലവിൽ വരുന്ന ജില്ല കാസർഗോഡാണ്. കാസർഗോഡ് മഞ്ഞംപൊത്തിക്കുന്ന്. ശ്രദ്ധിക്കുക, കാസർഗോഡ് മഞ്ഞംപൊത്തിക്കുന്നിലാണ് ഇക്കോ ടൂറിസം വരുന്നത്. അത് ശ്രദ്ധിക്കുക. കേരളത്തിൽ ആധുനിക ചോദ്യം ചെയ്യൽ മുറിയും കേന്ദ്രീകൃത കസ്റ്റഡി സംവിധാനവും നിലവിൽ വരുന്നവിടെ. ആധുനിക ചോദ്യം ചെയ്യൽ മുറിയും കേന്ദ്രീകൃത കസ്റ്റഡി സംവിധാനം നിലവിൽ വരുന്നത്, അതായത് മോഡേൺ ഇൻട്രോഗേഷൻ ആൻഡ് സെൻട്രൽ കസ്റ്റോഡിയൻ ഫെസിലിറ്റി. ആധുനിക ചോദ്യം ചെയ്യൽ മുറി അപ്പോൾ ഒരു പോലീസ് കേന്ദ്ര തലപ്പത്തായിരിക്കും. അതേപോലെ കേന്ദ്രീകൃത കസ്റ്റഡി സംവിധാനം നിലവിൽ വരുന്നത് എവിടെ? രാമവർമ്മപുരമാണ്. തൃശ്ശൂരുള്ള രാമവർമ്മപുരത്താണ് ഇത് വരുന്നത്. കേരള പോലീസ് അക്കാദമിയാണ് അവിടെയാണ് ഇത് വരുന്നത്. അതുപോലെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സാമൂഹ്യ പരിഷ്കർത്താവായ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ സ്മരണാർത്ഥം സാംസ്കാരിക നിലയിൽ വരുന്നവിടെ. സാമൂഹ്യ പരിഷ്കർത്താവായ ബ്രഹ്മാനന്ദ ശിവയോഗി അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം സാംസ്കാരിക നിലയിൽ വരുന്നത് എവിടെയാണ്? ആലത്തൂരാണ്. പാലക്കാട് ആലത്തൂരാണ്. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ. അടുത്ത ക്വസ്റ്റ്യൻ. 2020 ഒക്ടോബറിൽ ദ്വീപ് രാഷ്ട്രമായ സീഷെൽസിൻ്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ. 2020 ഒക്ടോബറിൽ ദ്വീപ് രാഷ്ട്രമായ സീഷെൽസിൻ്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആരാണ്? വേവൽ രാം കലവാനാണ്. വേവൽ രാം കലവാനാണ് സീഷെൽസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തുടർന്നുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.